ഗവേഷക വിദ്യാർത്ഥിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ റാപ്പർ വേടനെ ചോദ്യം ചെയ്തു. മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കും. പരാതിക്കാരിയുടെ മൊഴി ലഭിച്ച ശേഷം തുടർ നടപടിയെടുക്കും. കേസിൽ വേടന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ലിഡിയ ജേക്കബ് വിശദാംശങ്ങൾ നൽകും. ലിഡിയ, ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? ശേഷുദ്ദീൻ, ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നില്ല. ഇന്ന് രാവിലെയാണ് ഏകദേശം 9:30-യോടെയാണ് വേടൻ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. തുടർന്ന് ഉച്ചയോടുകൂടി ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കും എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ പരാതിക്കാരിയുടെ മൊഴി ലഭിച്ച ശേഷം മറ്റ് തുടർ നടപടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പരാതിക്കാരിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സെൻട്രൽ സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യം വന്ന കേസ് അത് യുവ ഡോക്ടറുടെ കേസായിരുന്നു. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള യുവ ഡോക്ടറുടെ കേസായിരുന്നു. അതിനുശേഷം അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കേസ് വരുന്നത്. അത് സെൻട്രൽ സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ കേസ് തൃക്കാക്കര സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് അവിടേക്ക് വിളിച്ചു വരുത്തി, തൃക്കാക്കര സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കഴിഞ്ഞ ദിവസം ആ കേസിൽ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ രണ്ടാമത്തെ കേസിലാണ് സെൻട്രൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയാണ്. അതായത് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തി അപമാനിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള പരാതിയാണ്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയിൽ സെൻട്രൽ സ്റ്റേഷനിലേക്ക് കേസ് കൈമാറുകയായിരുന്നു. എന്തായാലും പോലീസ് ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. വേടന് ഈ കാര്യത്തിൽ ഒരു മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിരുന്നതിനാൽ മറ്റ് നടപടികളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയാണ് ഉണ്ടായത്. ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്.